മോഹൻലാൽ 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 തുടരും. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അന്യായം. ലാലേട്ടൻ പൊളിച്ച് തിമിർത്തും തകർത്തു. അയ്യോ എന്റെ മേഡം സാർ കലക്കി പൊളിച്ചിരിക്കുക. ദൃശ്യത്തിന് ശേഷം 2025 തുടരും. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടവാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ഏരിയയിലോട്ട് എടുക്കണ്ട. ഊണ് കഴിക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണി കിട്ടിയെന്ന് പറയത്തില്ലേ, അമ്മ ഒരു എക്സ്ട്രാ ഓർഡിനറി ലാലേട്ടൻ. നമ്മൾ തമ്മിൽ എത്ര സിനിമ അഭിനയിച്ചിട്ടുണ്ടാകും ശോഭന? 55 സിനിമകൾ. വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചവരില്ലേ? എന്നെ ആരും വിളിച്ചില്ലല്ലോ. ഒരു കഥ சொல்லிட்டா சார்? ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും അങ്ങേരുടെ ഫിസിക് ആണെങ്കിലും അങ്ങേരുടെ ആക്ടിങ് ആണെങ്കിലും അങ്ങേരെ എവിടെയും പോട്ടില്ല, അങ്ങേര് തീർന്നിട്ടില്ല. ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടി. ഏത് മറ്റേ മാസിനോ മുണ്ടോ അടക്കി കുത്തലിനോ ഇൻട്രോയ്ക്കോ അതൊന്നല്ല. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. ഗംഭീര റൈറ്റിംഗ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു മേക്കർ. തരൺമൂർത്തി നല്ല മേക്കർ ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് ഗംഭീരമായിട്ട് ഡയറക്റ്റ് കൂടി ചെയ്തതോടുകൂടി ഒരു അന്യ ലാലേട്ടൻ സിനിമ. സാറേ നിങ്ങൾ മരണമാസാട്ടോ. അന്ന് എല്ലാവരും എന്നെ പുച്ഛിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഉള്ളവനാ ഞാൻ ഉച്ചിരി കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മാവ. ഇതതിന്റെ തുടക്കമല്ലേ? XP ജോയ് പൊന്നെ, ഇതാണ് പരിപാടി. അതായത് ഫസ്റ്റ് ഹാഫിൽ കൊടുക്കേണ്ട സ്കോർ അങ്ങനെ, സെക്കൻഡ് ഹാഫിൽ കൊടുക്കേണ്ട അങ്ങനെ, ഫോക്ക് അങ്ങനെ. നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്തു. ഉണ്ണി നന്നായിട്ടുണ്ട്, കലക്കി. എന്നാ കഥയും മ്യൂസിക്കും അറിയോ? டிக்கெட் புக் பண்ணினா? டேய் நீ பண்ணியாடா? நீ பண்ணியா? நீங்க யாரா பண்ணீங்களா? யாருமே பண்ணலையாடா? കൊള്ളാവല്ലോ. എന്നാ ഡിമാൻഡാ? കുറെ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. മോഹൻലാൽ 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 തുടരും. അതെ, ഇനി ഈ നാട്ടിൽ പലരും അടുപ്പത്ത് വെച്ച വെള്ളം വാങ്ങി വെക്കേണ്ടി വരും. ഞാൻ അപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇത് ലോകത്തിന്റെ ചരിത്രമറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു വന്നത്.